നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്വീൻസ്ലൻഡ് സ്റ്റേറ്റിലുള്ള കെയ്ൻസിന് അടുത്തുള്ള ബബിൻഡ ബോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാട്ടോ. ഈ ബബിൻഡ ബോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയ്ൻസ് സിറ്റിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ സൗത്തിലേക്ക് ഉള്ള ഒരു സ്ഥലമാട്ടോ. അപ്പോൾ ഇത് ബ്രൂസ് ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശരിക്കും ഒരു മഴ ദിവസമാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂടി പുതച്ച് നിൽക്കുകയാണ്. പക്ഷേ നല്ല രസമുള്ള ഡ്രൈവാണ്. അപ്പം നമുക്ക് ഒരു സൈഡിൽ മലനിരകളാണ് കാണുന്നത്. ഇത് കെയ്ൻസിൻ്റെ ഹിൻഡർലാൻഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല അടിപൊളി റോഡിലൂടെ നല്ല അടിപൊളി പച്ചപ്പുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം, മലനിരകൾ കാണാം. ഈ ഒരു ഭാഗത്തേക്ക് ഫുള്ള് ഒരുപാട് കരിമ്പിൻ കൃഷിയുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ശരിക്കും മഴയൊക്കെ അങ്ങോട്ട് മാറി. ഇപ്പം നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ നല്ല നീലാകാശവും മേഘങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ വീണ്ടും മൂടി കെട്ടിയ അവസ്ഥയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടി ആയിട്ടോ കാണാൻ. അപ്പം ശരിക്കും കെയ്ൻസിൽ വരുന്നവർ ശരിക്കും ഇവിടെ ഒന്ന് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ. അപ്പോൾ ഈ നമ്മൾ ബാബിൻഡ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ഉണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. അത് വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു റൂറൽ ടൗൺ ആട്ടോ. അപ്പം ഈ ബാബിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്താണ് ഈ ബാബിൻഡ ബോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ ഒരുപാട് വലിയ ഷോപ്പിംഗ് സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ട് ഒരു കഫേ, പിന്നെ 1-2 ഗ്രോസറി സ്റ്റോർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തെ ഭൂപ്രകൃതിയൊക്കെ ശരിക്കും കേരളത്തിലെ പോലെ തന്നെയാണ് കേട്ടോ. ഇത് വളരെ ട്രോപ്പിക്കലായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത് ഫാർ നോർത്ത് ക്വീൻസ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു റീജിയനിലാണ്. അവിടെയാണ് ഈ കെയ്ൻസും എല്ലാം ഉള്ളത്. ഇവിടെ തന്നെ അടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ഡെയിൻട്രീ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് പോയിരുന്നു. നമ്മളപ്പോൾ അങ്ങനെ അവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല മഴയാട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പം അവിടെ നല്ല മഴയാട്ടോ. പക്ഷേ നമുക്ക് മഴയൊന്നും വലിയ പ്രശ്നമല്ല. അപ്പം നമ്മൾ ഈ ബോൾഡേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട്. അടുത്ത് തന്നെയാണ്, ഒരുപാട് നടക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം അതാ ഒരുപാട് പിള്ളേർ കിടന്ന് മഴയത്ത് കളിക്കുകയാണ്. അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നുപോയി. ഇങ്ങനെ മഴയത്ത് ഫുട്ബോൾ കളിക്കുന്നതും അല്ലെങ്കിൽ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് നടക്കുന്നതൊക്കെ ഓർമ്മ വന്നു. പക്ഷേ അവരൊന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു സ്ഥലത്തോട്ട് എത്തി കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ചെറിയൊരു പുഴയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കല്ലുകളൊക്കെ ഉള്ള പുഴയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ശരിക്കും വാട്ടർ ബോഡീസ് അത്ര ബ്യൂട്ടിഫുൾ ഒന്നുമല്ല. പക്ഷേ ഇവിടെ നല്ല അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ശരിക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ വന്നപ്പം കുറച്ച് പേരൊക്കെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് അതിൽ ആ റാമ്പിലൂടെ താഴോട്ട് ഇറങ്ങി നോക്കി. മഴയായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കൊരു ഡ്രൈ കാലാവസ്ഥയെക്കാളും ശരിക്കും പറഞ്ഞാൽ ഭംഗിയുള്ളത് കുറച്ച് വെറ്റായിട്ടുള്ള ഒരു വൈബാണ്. അപ്പോൾ മഴയത്തും കൂടി ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് ഇറങ്ങണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ എൻ്റെ വൈഫും എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ചും കൂടെ മേലോട്ട് നടന്നപ്പം ഇങ്ങനെ കല്ലുകളും പാറക്കൂട്ടങ്ങളുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തായിട്ട് ബോൾഡേഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട പാറകൾ ഉള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനകത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം മഴ കൊണ്ട് ആ ഒരു വെള്ളത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വാട്ടർ ബോഡീസ് ഇറങ്ങി കഴിയുമ്പം അതും ഇങ്ങനെ ഒരു വൈബിലൊക്കെ ഇറങ്ങി കഴിയുമ്പം നന്നായിട്ട് റിഫ്രഷ്ഡ് ആവും കേട്ടോ. അപ്പം ഞാൻ ശരിക്കും ഈ ഒരു ബബിൻഡ ബോൾഡേഴ്സിൽ ഇറങ്ങിയത് എനിക്ക് കെയ്ൻസിൽ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡേ ട്രിപ്പായിരുന്നു ഇത് കേട്ടോ. പിന്നെ ഞങ്ങൾ കല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ
തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി ഇങ്ങനെ ഒരു ഓണസ്റ്റി ബോക്സ് കണ്ടു. അപ്പോൾ ഈ ഓണസ്റ്റി ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാമേഴ്സ് അവരുടെ പ്രൊഡ്യൂസ് ഇങ്ങനെ കൊണ്ട് ഷാക്കിലാക്കി വെക്കും. അപ്പോൾ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ പൈസ അവിടെ തന്നെ ബോക്സിലിടാം. അപ്പോൾ അതിന് നമ്മുടെ സർവൈലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കുറേ ലെമൺ, പിന്നെ ബനാന, പിന്നെ പപ്പായ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടുന്ന് എടുത്തിട്ട് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു കിട്ടും. അപ്പം കെയ്ൻസിൽ വരുന്നവർ ഡെഫിനറ്റ്ലി വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബാബിൻ്റെ ബോൾഡേഴ്സ്. പിന്നെ ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കെയ്ൻസിൽ നിന്ന് വന്ന് ഇവിടെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം ഒരു ഹാഫ് ഡേ ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വരുന്നവർ എന്തായാലും നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ബാബിൻ്റെ ബോൾഡേഴ്സിൽ മുതല ഇല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. നിങ്ങളത് ഒന്നുകൂടെ ചെക്ക് ചെയ്തോ കേട്ടോ പോകുന്നതിന് മുന്നേ. കാരണം ചില സ്ട്രീംസിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പൂൾസിലൊക്കെ ക്രോക്കഡൈൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ കെയ്ൻസ് ലക്ഷ്യമായിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്ക് യു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരും. ബൈ.